എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചൊരു ഡിലേ വന്നത്. ഇന്ന് നമുക്ക് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 5-ാമത്തെ ശ്ലോകം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാഗുണ്ഠ വൈകുണ്ഠരൂപം. അപ്പോൾ ഇവിടെ ഭഗവാൻ സൃഷ്ടികർമ്മം നടത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ സൃഷ്ടികളിൽ നമുക്കറിയാം, നമ്മുടെ എല്ലാ സൃഷ്ടികളും ഭഗവാന്റെ അംശത്തെ ഉൾക്കൊണ്ടവയാണ്. പക്ഷേ ഇതിനേക്കാൾ എല്ലാം ഉപരി ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന മായ, ആ മായയാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. എല്ലാം പരബ്രഹ്മമാണ്, എല്ലാം ഭഗവാനാണ്, എല്ലാം നമ്മുടെ സങ്കല്പങ്ങളാണ്, മായയാണ് ഓരോന്നും നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്നത്, ചിന്തിപ്പിക്കുന്നത്, അല്ലേ, മായയാണ്. മായ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പരമഗുരുക്കന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് എക്സ്പ്ലനേഷൻസിന് വേണ്ടിയിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം മായ എന്ന് പറയുന്ന അത് ഇപ്പോൾ കുറച്ച് എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വർണ്ണം എടുക്കാം. ഈ സ്വർണത്തിനെ നമ്മൾ പല ആഭരണങ്ങളാക്കിയിട്ട് മാറ്റുന്നുണ്ട്, ഇല്ലേ? ഇതിനെ ഉരുക്കി ആഭരണങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ കാണുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ, അതായത് ചെയിനാകാം, ഇനി വളകളാകാം, കമ്മലാകാം, മോതിരമാകാം, പലതരത്തിലും രൂപത്തിലും ഭാവത്തിലുള്ള ആഭരണങ്ങൾ നമ്മൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും ഈ സ്വർണം കൊണ്ട്. പക്ഷേ ഇതിനെ വീണ്ടും ഉരുക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ആഭരണങ്ങൾ എവിടെ പോയി? ആഭരണങ്ങൾ നിലനിൽക്കുന്നില്ല, അല്ലേ? എങ്കിലോ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ സ്വർണം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ പല ഭാവത്തിലും രൂപത്തിലുമുള്ള പലതും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇവയൊന്നും നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്നത് ആര് മാത്രമാണ്? ഭഗവാൻ മാത്രമാണ്. ഇവിടെ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. എല്ലാം എന്താണ്? ഈ പരബ്രഹ്മം മാത്രമാണ്. സത്യത്തിൽ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം മായയാണ്, മായാസ്വരൂപങ്ങളാണ്. ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ആഭരണങ്ങൾ നിലനിൽക്കുന്നില്ല. അതെല്ലാം ഉരുക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ് അവശേഷിക്കുന്നത്? സ്വർണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കളിമൺ പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഈ കളിമണ്ണ് എന്താണെന്ന് ഇത് മൺപാത്രങ്ങൾ പൊട്ടിച്ചിതറിക്കഴിഞ്ഞാൽ അവസാനം അത് എന്തായിത്തീരും? മണ്ണായിത്തീരും, അല്ലേ? ഇവിടെയും കളിമണ്ണിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പാത്രങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞാൽ നശിച്ച് വീണ്ടും മണ്ണായിട്ട് ചേരുന്നുണ്ട്. ഇതുപോലെയാണ് ഓരോ ജീവിതങ്ങളും ഓരോ രൂപങ്ങളും എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സാക്ഷാൽ പരബ്രഹ്മം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം മായയാണ്. മായയുടെ സൃഷ്ടികളാണ് നാം കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം. ഇവിടെ ശ്ലോകത്തിൽ ഭഗവാനെ അജൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അജൻ എന്നാൽ എന്താണ്? ജനനമില്ലാത്തവൻ, ജനിക്കാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഭഗവാന് ജനനമോ മരണമോ ഇല്ല, ജനിക്കാത്തത് കൊണ്ട് തന്നെ മരിക്കുന്നുമില്ല. അപ്പോൾ ഭഗവാൻ സർവ്വവ്യാപിയാണ്, അന്തർയാമിയാണ്, സദാ എന്നും ഇവിടെ ഉള്ളതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ അജനാണ് എന്നാണ് പറയുന്നത്. ഇനിയോ നിർവ്യാപാരോപി, അതായത് ഭഗവാന് കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഭഗവാൻ ഒരിക്കലും കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യം ഭഗവാന് വരുന്നില്ല. എന്നിട്ടും നമുക്ക് കാണാം ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോഴും ഭഗവാൻ കർമ്മനിരതനായി പ്രവർത്തിക്കുന്നത്, ഇല്ലേ? അതായത് കൃഷ്ണാവതാരത്തിൽ നമുക്കറിയാം, ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ അത് മാത്രമല്ല, അനവധി ഘട്ടങ്ങളിൽ ഭഗവാൻ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കാണിച്ചു തരാണ് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നെല്ലാം ഭഗവാൻ കാട്ടിത്തരാണ്. ഭഗവാൻ ഒരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുകയാണെങ്കിലോ?
അപ്പം നമുക്കും കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രേരണ കുറയും അല്ലേ. അപ്പോൾ എല്ലാവർക്കും പ്രേരണ ഉണ്ടാവാൻ വേണ്ടി ഭഗവാൻ സ്വയം കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുകയാണ്. ഇനിയോ ഭഗവാന്റെ ഉള്ളിൽ ലീനമായിരിക്കുന്ന, അതായത് ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മായ, ആ മായയെ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, പുറത്തേക്ക് എടുക്കുകയാണ്. എപ്പോഴാണ്? കൽപ്പാതി കാലത്തിൽ, അതായത് കൽപ്പകാലം അവസാനിക്കുമ്പോൾ ഭഗവാൻ ഈ സൃഷ്ടികളെ എല്ലാം നശിപ്പിക്കുന്നു, എന്നിട്ട് എല്ലാം തൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ മായയും ഭഗവാനിൽ അന്തർലീനമായിരിക്കുകയാണ്. ഈ മായയെ അടുത്ത കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ടോ ഭഗവാൻ ഒരു ക്രിയ ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു. എന്താണ്? ഈക്ഷണാഖ്യാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈക്ഷണം എന്നാൽ എന്താണ്? ഭഗവാന്റെ കർമ്മത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈക്ഷണാഖ്യാം, അതായത് ഭഗവാൻ ഒരു നോട്ടം കൊണ്ട്, ഈക്ഷണം എന്നാൽ എന്താണ്? ഒരു നോട്ടം, അതായത് ഒരു സങ്കല്പമാണ്. ഞാൻ പലതാകട്ടെ എന്ന സങ്കല്പം ഭഗവാൻ വെക്കുന്നു. അങ്ങനെ ആ ഒരു ഈക്ഷണം എന്ന ഒരു ക്രിയ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഒരു നോട്ടം കൊണ്ട് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നു. ഈ മായയെ, തൻ്റെ ഉള്ളിൽ അന്തർലീനയായിരിക്കുന്ന മായയെ, പ്രകൃതിയെ പുറത്തേക്ക് എടുക്കുന്നു. മായ എന്നാൽ എന്താണ്? ഈ പ്രകൃതിയാണ് അല്ലേ. ഈ പ്രകൃതിയെ പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ മായാ സ്വരൂപമാണ് അല്ലേ. അങ്ങനെ ഈ മായയുടെ 3 ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാലോ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? സത്വഗുണത്തെ സ്വാംശീകരിക്കുന്നു, അല്ലെങ്കിൽ സത്വഗുണം എന്ന രൂപത്തെ ഭഗവാൻ സ്വയം സ്വീകരിക്കുന്നു. ഈ മായ എന്നാൽ ഒരു സ്വപ്നം പോലെയാണ്. അതായത് നമ്മൾ രാത്രി കിടന്നുറങ്ങുമല്ലോ, അപ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ അവിടെ സ്വപ്നം കാണുകയാണ് എന്ന് തോന്നലല്ലല്ലോ നമുക്കുണ്ടാവുന്നത്. നമ്മൾ ആ സ്വപ്നത്തിലൂടെ ജീവിക്കുന്നുണ്ട് ഇല്ലേ. അതിൽ വരുന്ന ഓരോരോ വികാരങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും എല്ലാ വികാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്വപ്നത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റാലാണ് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ സ്വപ്നം നിലനിൽക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്നു. അതുപോലെയാണ് മായയും. നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും ഈ മായയിൽ പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് കഴിഞ്ഞാലോ, ഈ ജന്മം അവസാനിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഇത് മായയായിരുന്നു, ഈ മായാഭൂമിയിലാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്ന്. അതായത് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഉണരാനായിട്ട് നമ്മളെ മായ സമ്മതിക്കില്ല. അതിന് നമുക്ക് എന്ത് വേണം? ഈ മായയെ അതിജീവിക്കാൻ ആർക്കും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അതിന് എന്ത് വേണം? ഭഗവത് സ്മരണ ഉണ്ടായിരിക്കണം. ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ അതിന് സാധ്യമാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെയാണ്. അല്ലെങ്കിൽ മരുഭൂമിയിലെ നമ്മൾ പറയാറുണ്ടല്ലോ, മിറാഷ് എന്ന് പറയാറില്ലേ, അതായത് ഒരു മരീചിക. അത് യഥാർത്ഥത്തിലുള്ളതാണോ? പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് തോന്നും, എന്നാലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം കാണില്ല അല്ലേ. അതേപോലെയാണ് ഈ മായ. അതായത് നമുക്കുണ്ടെന്ന് തോന്നും, ഇവിടെ എല്ലാം ഉള്ളതാണെന്ന് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഉണ്ടോ? ഇല്ല. ഇതെല്ലാം ഒരു മായ കാഴ്ചകൾ മാത്രമാണ്. ഏതുപോലെയാണ്? നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം പോലെ, മരുഭൂമിയിലെ മരീചികയെ പോലെ എല്ലാം ഒരു സ്വപ്നം മാത്രമാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കൊരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കും. 100% അറ്റാച്ച്മെൻറ്റും 100% ഡിറ്റാച്ച്മെൻറ്റോടും കൂടിയിട്ട് വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ. എങ്കിൽ മാത്രമേ മനസമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ പലപ്പോഴും ബന്ധങ്ങളിലും അതുപോലെ പലതിനോടും നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആണ്. ഡിറ്റാച്ച്ഡ് ആവാൻ നമുക്ക് സാധിക്കാറില്ല. പക്ഷേ ഇതെല്ലാം മായയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരും ഇല്ലേ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കണം. എന്താണോ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം മായ മാത്രമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം. അജ എന്നാൽ അറിയാലോ, അജനായ ഭഗവാനെ എന്ന് പറയാണ്. അതായത് ജനിക്കാത്ത, ജനന മരണങ്ങളില്ലാത്ത ഭഗവാനെ. നിർവ്യാപാര അഭി, അങ്ങ് നിർവ്യാപാരനാണ്. അതായത് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അങ്ങനെയുള്ള അങ്ങ് നിർവ്യാപാരനാണെങ്കിലും നിഷ്കാരണം, കാരണം കൂടാതെ, അതായത് അങ്ങേക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ട യാതൊരു കാര്യവും നിലനിൽക്കുന്നില്ല, എന്നിട്ടും അങ്ങ് കർമ്മം ചെയ്യുന്നു.
ഈക്ഷണാഖ്യാം ക്രിയാം, അങ്ങ് ചെയ്യുന്ന കർമ്മം എന്താണ്? ഈക്ഷണാഖ്യാം അല്ലെ, ഒരു നോട്ടം കൊണ്ടാണ് അങ്ങ് കർമ്മം ചെയ്യുന്നത്. ഇനിയോ ഭജസേ യത്, ഭജസേ എന്നാൽ എന്താണ്? ഭജിക്കുന്നു. അതായത് ഭഗവാൻ വളരെ കാരുണ്യവാനാണ്. ഭഗവാന്റെ ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തജനങ്ങളായ നാം ഓരോരുത്തരും നമ്മുടെ ഓരോരോ കർമ്മങ്ങളിൽ പെട്ടുഴലുന്നത് കാണുമ്പോൾ ഭഗവാന് സങ്കടമാണ്. അതുകൊണ്ടാണ് അതിൽ നിന്നും, ആ കർമ്മബന്ധങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാനാണ് ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. ഈ അവതാരങ്ങളിലൂടെ ഭഗവാൻ കർമ്മം ചെയ്യേണ്ടതിൻ്റെ, കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ കർമ്മങ്ങളിൽ നിന്നും എങ്ങനെ നമുക്ക് മുക്തി നേടാം എന്നതിനെ കുറിച്ചെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ കർമാനുസാരം നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം നമ്മളോട് പറയുന്നുണ്ടല്ലോ എന്ത് തരം കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് സത്ചിന്തകളിലൂടെ സത്കർമ്മങ്ങൾ ചെയ്യൂ, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും പോലെയുള്ള ഈ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ആ സത്കർമ്മങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ, ജീവിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. ഈ മായാബന്ധത്തിൽ നിന്നും നമുക്ക് നമ്മളെ മോചിപ്പിക്കാനായിട്ട് ഭഗവാൻ തന്നെ പല അവതാരങ്ങളും എടുത്തു വരുന്നു എന്നാണ് പറയുന്നത്. ഇനിയോ യത് തേന ഏവ, അതായത് ഏതൊന്നുകൊണ്ടാണ്? തേന ഏവ, തേന ഏവ എന്നാൽ അതിനാൽ തന്നെ, ആ ക്രിയ കൊണ്ട് തന്നെ, അതായത് ഭഗവാൻ ഒരു നോട്ടം എന്ന ക്രിയ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ലീന, അതായത് ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന, ലയിച്ചിരിക്കുന്ന. അസതി കൽപ്പ അഭി, അസതി കൽപ്പ അഭി എന്നാൽ എന്താണ്? ഇല്ലാത്ത ഒന്നാണ്. യഥാർത്ഥത്തിൽ ഈ മായ അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇല്ലാത്തതാണ്. ഈ ഇല്ലാത്ത ഒന്നിനെ ഭഗവാൻ അന്തർലീനമായിരിക്കുന്ന, ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന ഈ പ്രകൃതിയെ ഭഗവാൻ കൽപ്പത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ് അല്ലെ. സത്യത്തിൽ അത് ഇല്ലാത്തതാണ്, ഇല്ലാത്തതിന് തുല്യമായതാണ്. പ്രകൃതി കൽപ്പാദി കാലേ ഉദേതി, കൽപ്പാദി കാലത്തിൽ ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ മായാസ്വരൂപം ഉദിക്കുന്നു, ജനിക്കുന്നു. സ്വമഹിമ വിഭവാകുണ്ട, അതായത് സ്വമഹിമ, സ്വന്തം മഹിമ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ഐശ്വര്യം കൊണ്ട്, സ്വന്തം ശക്തി കൊണ്ട് എന്നൊക്കെ പറയാം. വിഭവാകുണ്ട, അതായത് ഭഗവാനെ വിഭവാകുണ്ട, ആകുണ്ട എന്നാൽ എന്താണ്? കുണ്ഠങ്ങളില്ലാത്ത, അതായത് വേദനകളും ദുഃഖങ്ങളും ഒന്നുമില്ലാത്ത. വൈകുണ്ഠ, അല്ലയോ വൈകുണ്ഠ, വൈകുണ്ഠ എന്നാണ് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. വൈകുണ്ഠ എന്നാൽ എന്താണ്? വൈകുണ്ഠ എന്നാൽ അതിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്, പറഞ്ഞുതരാം. വൈകുണ്ഠ തസ്യ, ആ പ്രകൃതിയുടെ അതിരോധായകം സംശുദ്ധം കമപി സത്വരൂപം, അതായത് ഭഗവാൻ പറഞ്ഞല്ലോ ഈ മായാ സ്വരൂപത്തിന് എന്താണ്? 3 രൂപങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് സത്വം, രജോ, തമോ ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങളും മായയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഭഗവാൻ സ്വീകരിക്കുന്നത് ഏത് രൂപത്തെയാണ്? സത്വരൂപത്തെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് തിരോധായകമല്ലാത്തതും സംശുദ്ധവുമായ ഒരു സത്വരൂപത്തെ അങ്ങ് സ്വീകരിക്കുന്നു. തം അംശം, തം അംശം എന്നാൽ ആ അംശത്തെ ധൃത്വ, അങ്ങ് ധരിക്കുന്നു. അതായത് ആ സ്വരൂപത്തെ, അതായത് സാത്വികമായിട്ടുള്ള ഭാവത്തെ അങ്ങ് സ്വീകരിക്കുന്നു, അങ്ങ് ധരിക്കുന്നു. സത്വം, അവിടുന്ന്, അതായത് വ്യാപാരനായിട്ടുള്ള അങ്ങ് രൂപം ദധാസി, ആ രൂപത്തെ ധരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഈ ത്രിഗുണങ്ങളായിട്ടുള്ള ഗുണങ്ങളിൽ നിന്നും സത്വരൂപത്തെ ധരിക്കുന്നു. സത്വരൂപത്തെ സ്വാംശീകരിച്ചുകൊണ്ട് തന്നിൽ അന്തർലീനമായിരിക്കുന്ന ആ മായയെ പുറത്തേക്കെടുത്ത് സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. അതായത് തന്നെ പോലെ തന്നെ അനവധി പേരുണ്ടാകട്ടെ എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു ക്രിയ അങ്ങ് നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ മായാഭൂമിയിൽ നമ്മൾ പലതിൻ്റെയും പിറകെ പോവാറുണ്ട് അല്ലേ. പല ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ ഉദിക്കുകയും പലതിൻ്റെയും പിറകെ പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? ഇതെല്ലാം മായയാണ്. ഈ മായയുടെ പുറകെ പോയാൽ നമുക്ക് എന്താണ് ലഭിക്കുക? ദുഃഖമായിരിക്കും ഫലം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? പുറമേക്ക് നോക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലേക്ക് തിരിയണം. നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ അവിടെ ആരെ കാണാൻ സാധിക്കും? നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സ്വരൂപത്തെ, ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഭഗവാനെ പ്രാപിച്ചാൽ എന്ത് സംഭവിക്കും? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദുഃഖങ്ങളില്ല അല്ലേ. വൈകുണ്ഠത്തിലേക്ക് എത്തിയാൽ എന്ത് സംഭവിക്കും എന്നതുപോലെയാണ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മെ തിരിച്ചറിഞ്ഞാൽ അവിടെ ദുഃഖങ്ങൾക്ക് സ്ഥാനമില്ല. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള നമ്മെ തിരിച്ചറിയാനാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനൊക്കെ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ
ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഈ മായാബന്ധമായിട്ടുള്ള ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം വിമുക്തരായി, അല്ലെങ്കിൽ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് യാഥാർത്ഥ്യത്തെ കാണാൻ സാധിക്കും. ആ ഒരു സത്വസ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തെ കാണാൻ സാധിക്കും, അതിനെ പ്രാപിക്കാൻ സാധിക്കും. അതിന് നമ്മൾ എന്ത് വേണം? പുറമേക്ക് നോക്കരുത്, ഓരോ ആഗ്രഹങ്ങളുടെയും താല്പര്യങ്ങളുടെയും പിറകെ പോകരുത് എന്ന് കരുതി നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും വേണ്ട എന്നല്ല പറയുന്നത്. ഇതെല്ലാം നേടിയെടുക്കുമ്പോഴും ഇതാണ് നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്ന ഭാവത്തോടെ ആകരുത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രം. ഇത് നേടിയാൽ നേടി, കിട്ടിയാൽ കിട്ടി, അതല്ല ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കിനി ജീവിതമില്ല എന്നൊരു ഭാവം ഉണ്ടല്ലോ നമുക്ക്. നമ്മൾ സ്നേഹിക്കുന്നവരെ കിട്ടിയില്ലെങ്കിൽ അയാളെ കിട്ടിയാലേ എനിക്കിനി ജീവിതമുള്ളൂ എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ. ആ ഭാവത്തെ മാറ്റിവെക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും സ്വാഗതം ചെയ്യുക, സർവവും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഒന്നിനോടും താല്പര്യമോ അതുപോലെ അമിതമായിട്ടുള്ള ഒരു ആവേശമോ ഒന്നും വേണ്ട. എല്ലാം മിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാറ്റിൽ നിന്നും ഒരു മുക്തി നേടാൻ സാധിക്കും. അമിതമായിട്ടുള്ള വേദനകളോ ദുഃഖങ്ങളോ ഒന്നും നമ്മെ അലട്ടുന്നില്ല. ഏറ്റവും വലിയ സന്തോഷവും സുഖവും എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ. അവിടെ നോക്കുമ്പോൾ പരമമായ ശാന്തി അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റുള്ള ഒന്നിനും തന്നെ എന്തൊക്കെ ആഗ്രഹങ്ങളുടെ പിറകെ പോയാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദനയായിരിക്കും കിട്ടുക. അപ്പോൾ അതെല്ലാം നൈമിഷികമായിട്ടുള്ള സുഖത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ കണ്ടെത്തിയാലോ അവിടെ നമുക്ക് പരമാനന്ദമായിരിക്കും ലഭിക്കുക. അതിന് നമുക്ക് സാധിക്കണം. സൃഷ്ടിയുടെ അഭിവാഞ്ചയുണ്ടാകുമ്പോൾ ഭഗവാൻ ആ ബ്രഹ്മസ്വരൂപത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. അതായത് പുരുഷൻ എന്നും പ്രകൃതി എന്നും രണ്ട് രൂപങ്ങളിലേക്ക് മാറുന്നുണ്ട്. ഇവിടെ ഭഗവാന്റെ ഉള്ളിൽ അന്തർലീനയായിരിക്കുന്ന, അതായത് ഭഗവാനിൽ നിന്നും ഒട്ടും വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ മായയെ നമുക്ക് പ്രകൃതി എന്നും എല്ലാം പറയാം കേട്ടോ. അപ്പോൾ ഈ ഭഗവാനിൽ നിന്നും വേർപെട്ട ഒരു രൂപമല്ല മായ എന്ന് പറയുന്നത്. ഭഗവാനിൽ അന്തർലീനയായിരിക്കുന്ന ഒന്നാണ് മായ എന്ന് പറയുന്നത്. ആ മായ ഭഗവാൻ ഈ കൽപ്പത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഭഗവാനിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു? സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപൃതയാകുന്നു എന്നാണ്. മായയ്ക്ക് 3 ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ബ്രഹ്മസ്വരൂപമായ ജ്ഞാനത്തിനും ഐശ്വര്യത്തിനും മറവുണ്ടാകുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഇതൊന്നും ബാധിക്കാത്ത സത്വരൂപത്തെ ഭഗവാൻ ധരിച്ചു എന്നാണ്. ഇനി ഭഗവാനെ വൈകുണ്ഠൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വൈകുണ്ഠൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളും കാണിക്കുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ അല്ലെങ്കിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ ഈ പഞ്ചഭൂതങ്ങളെല്ലാം സ്വതന്ത്രരായിട്ട് വിഹരിക്കുകയായിരുന്നു. ഇതിനെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് അദ്ദേഹം സൃഷ്ടി നടത്തുകയാണ് ചെയ്തത് അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വൈകുണ്ഠൻ എന്നറിയപ്പെടുന്നുണ്ട്. ഇനിയോ വൈകുണ്ഠം എന്നാൽ കുണ്ഠമില്ലാത്ത അല്ലെ, ദുഃഖങ്ങളില്ലാത്ത, ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലും വൈകുണ്ഠൻ എന്ന് ഭഗവാനെ വിളിക്കാം. ഇനിയോ വികുണ്ഠങ്ങൾ എന്നാൽ എന്താണ്? ജീവജാലങ്ങൾ. ഈ ജീവജാലങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നവനായതുകൊണ്ട് തന്നെ ഭഗവാൻ വൈകുണ്ഠനാണ്. ഇനി മറ്റൊരർത്ഥം, അജ്ഞാനത്തിനും ദുഃഖത്തിനും ഒന്നും സ്ഥാനമില്ലാത്ത വൈകുണ്ഠത്തിൽ ജീവിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠൻ എന്നും പറയാം അല്ലേ. വികുണ്ഠമായ വൈകുണ്ഠ രൂപം സ്വീകരിച്ച സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ആ ബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്നാണ് ഇവിടെ പട്ടേരിപ്പാട് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകം നന്നായിട്ട് ഗ്രഹിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, ദിവസവും പാരായണം ചെയ്യുക. അപ്പോൾ ഇതുവരെ പഠിച്ചത് നമ്മൾ 5 ശ്ലോകങ്ങളാണ് പഠിച്ചത്. ഈ 5 ശ്ലോകങ്ങളും ദിവസേന പാരായണം ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിന് സാധ്യമാവട്ടെ. ഇതെല്ലാം നമ്മൾ പാരായണം ചെയ്യാനും കേൾക്കാനും ഒക്കെ ഒരു അനുഗ്രഹം വേണം ഭഗവാന്റെ ഇല്ലേ. ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും ഇത് സ്ഥിരമായിട്ട് തന്നെ ചെയ്യുക. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.